വിശ്വാസ വെളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ചിന്തകനും ദൈവശാസ്ത്രജ്ഞനും എഴുത്തുകാരനും അധ്യാപകനുമൊക്കെയായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളമച്ചനാണ്. അച്ഛനെ ഏറെ ആദരവോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛൻ, നമ്മൾ ഈ കുദാശകളെക്കുറിച്ചുള്ള കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും അച്ഛൻ വിശദീകരിച്ചതും. കുദാശകൾ എന്താണെന്നും അത് യേശു സ്ഥാപിച്ചതാണെന്നും അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം എന്താണെന്നൊക്കെ അച്ഛൻ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ കുറച്ചുകൂടി അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കത്തോലിക്കരാണല്ലോ, കത്തോലിക്കർ, ജാക്കോബൈറ്റ്, അവരെല്ലാം കുദാശകൾ, 7 കുദാശകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ കുദാശകളാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ കുദാശകളാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്? ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വിശ്വാസം. ബിജു ഓർക്കുണ്ടാവും, ഇത്തിരിയും ചെറുപ്പമായിരുന്നപ്പോൾ നമുക്കൊക്കെ യുക്തിയായിരുന്നു ഒരു പരിധിവരെ, പ്രത്യേകിച്ച് യുവത്വ കാലഘട്ടം മുതൽ നമ്മൾ. പിന്നെ ഒരു ജീവിതം 35-40 വയസ്സൊക്കെ ആകുമ്പോൾ ചെറുപ്പകാലത്ത് നമ്മൾ സ്വീകരിച്ച പരമ്പരാഗതമായി നമ്മുടെ വീടുകളിലെ മാതാപിതാക്കളിൽ നിന്നൊക്കെ ലഭിച്ച അതിങ്ങനെ അല്പം മാറിപ്പോയിട്ടുണ്ടാവും, കനലൊന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ആ ചാരം ഒന്ന് തെളിഞ്ഞ് 35-40 ആകുമ്പോൾ വീണ്ടും അത് റീജുവനേറ്റ് ചെയ്യും, ഇങ്ങനെ വീണ്ടും കത്താൻ തുടങ്ങും. ഒരു 40 വയസ്സൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നേ ഏത് മനുഷ്യനും, അത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ മാത്രമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഏതൊരു മനുഷ്യ ജീവിതത്തിൻ്റെയും കേന്ദ്രമായിട്ട് മാറുന്നത് വിശ്വാസമാണ്. അത് കടമെടുത്തിട്ടാണല്ലോ പരസ്യങ്ങൾ പോലും വിശ്വാസമല്ലേ എല്ലാം എന്ന് പറയുന്നത്. അത് മാർക്കറ്റൈസ് ചെയ്യുന്നതാണ് ഈ ബിലീഫിനെ. അപ്പോൾ അത് കാണുന്നത് ഈ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണെങ്കിലേ ഈ വിശ്വാസത്തെ എന്താണ് പ്രോജ്വലിപ്പിച്ച് നിർത്തുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ദൈവമാണ്, ദൈവവിശ്വാസമാണ്. ദൈവവിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് അനുദിന ജീവിതത്തിൽ മനുഷ്യനെ ആ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെ പിടിച്ചു നിർത്തുന്നത്, പോഷിപ്പിക്കുന്നത്, നറിഷ് ചെയ്യുന്നത് വാസ്തവത്തിലെ കൂദാശകളാണ്. 7 കൂദാശകളാണ്. കൂദാശകളുടെ ഡെഫിനേഷൻ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അദൃശ്യമായ പ്രസാദപരത്തെ ദൃശ്യമായി അവതരിപ്പിക്കുന്ന ഒരു അടയാളമാണല്ലോ ഈ കൂദാശകളെല്ലാം. പ്രതീകങ്ങളാണ്, വെറും അടയാളം മാത്രമല്ല. അപ്പോൾ ഈ അദൃശ്യമായ പ്രസാദപരം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. ഈ ക്രിസ്തുവിൻ്റെ ജീവിതമാണ് കൂദാശകളിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം, പീഡാസഹനങ്ങൾ, മരണം, ഉയർപ്പ്, അതിനെ തുടർന്നുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അത് തുടർന്നുണ്ടായ മനോഹരമായ ശിഷ്യന്മാരുടെ മിഷൻ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഈ യേശുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മിഷൻ പ്രവർത്തനത്തിൻ്റെ ആ രഹസ്യങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ കൂദാശകളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ കൂദാശകൾ ചെയ്യുന്നതിലൂടെ, കൂദാശകളിൽ പങ്കുപറ്റുന്നതിലൂടെ, അത് നമ്മൾ വീണ്ടും വീണ്ടും ആഘോഷിക്കുന്നതിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും ആഘോഷിക്കുന്ന എന്താണ്? ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിലേക്ക് ഓരോ കൂദാശകളെയും നമ്മൾ വീണ്ടും വീണ്ടും അത് റീവിസിറ്റ് ചെയ്യുമ്പോൾ, വീണ്ടും വീണ്ടും സന്ദർശിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോഴാണ് ആ ശക്തിയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തിയായിട്ട് മാറുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് കൂദാശ പരികർമ്മം ചെയ്യുമ്പോഴും ഈ കൂദാശകളിൽ വചനമുണ്ട്. ഇപ്പോൾ മാമോദീസ നൽകുന്ന സമയത്ത് പോലും നമുക്ക് റീഡിങ്സ് ഉണ്ട്, ലേഖനങ്ങളിൽ നിന്നുമുണ്ട്. അതുപോലെ നമ്മൾ നിക്കോദേമോസിൻ്റെ ആ ടെക്സ്റ്റാണ് സാധാരണ വായിക്കാറ്, യോഹന്നാൻ്റെ 3-ാം അധ്യായമൊക്കെ. അപ്പോൾ അത് കർത്താവ് പറഞ്ഞ ആ വചനത്തിലേക്ക് നമ്മൾ വീണ്ടും ചൊല്ലുവാണ്. അപ്പോൾ വചനത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മുടെ കുർബാന എടുത്തു കഴിഞ്ഞാലോ അതിലെല്ലാം ഈ പഴയ നിയമവും പുതിയ നിയമവും വായനകൾ, അതിനെക്കുറിച്ച് ഉള്ള ആ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത, മനനം, പ്രഘോഷണം. അപ്പോൾ
യേശുവിലേക്ക് എത്തിച്ചേരാൻ വചനമാകുന്ന മാധ്യമം കൂടി ഈ കൂദാശകളിലൂടെ നമ്മൾ വീണ്ടും വിസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ യേശുവാകുന്ന ആ രഹസ്യത്തിലേക്ക്, ത്രിത്വിക രഹസ്യത്തിലേക്ക് ആ കൂദാശകൾ എന്ത് പ്രതിനിധാനം ചെയ്യുന്നോ അത് ആഘോഷിക്കുകയും ഒപ്പം വചനം നമ്മൾ വീണ്ടും ഒന്ന് ചിന്തിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും. വചനം വായിക്കുമ്പോൾ ഏറ്റവും വലിയ, കാരണം ഓട്ടോ ക്രിട്ടിക്കലാണ് വചനം എന്ന് പറയുന്നത്. അതായത് സ്വയം തിരുത്തലിനെ, അതുകൊണ്ടാണുള്ള കർത്താവ് നമ്മൾ സുവിശേഷങ്ങളിൽ പറയുന്നത് ഇരുതല വാൾ പോലെയാണെന്ന് ഇന്ന് ലേഖനങ്ങളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ തന്നെ വിമർശിക്കും. ലേഖനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ തന്നെ ഉള്ളു കാണുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ പോരായ്മകളിലേക്ക് ചിന്തിക്കുക. സാധാരണ നമ്മളെപ്പോഴും നമ്മുടെ നന്മകൾ, നമ്മൾ മെച്ചമാണ്, അഹങ്കാരമാണ് നമുക്ക് വരുന്നത്, ബാക്കിയുള്ളവൻ്റെ തിന്മയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ദൈവവചനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ, കൂദാശകളിൽ പങ്കെടുക്കുമ്പോൾ, കുമ്പസാരത്തിന് ഞാൻ അണയുമ്പോൾ ദൈവമേ ഞാൻ പാപിയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളെ തന്നെ സ്വയം തിരുത്തുന്നതിന്, അതിലൂടെ ആ തിരുത്താൻ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മാതൃകകൾ, ജീവിതത്തിൻ്റെ ഓരോ ഏടുകൾ, സംഭവങ്ങൾ നമുക്ക് കാരണമാകുന്നു. അങ്ങനെ നമ്മൾ യേശുവാകുന്ന ആ കൂദാശയുമായിട്ട്, രഹസ്യവുമായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ സാരൂപ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ ആ ജീവിതത്തിനെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഒരു ശക്തിയായിട്ട് കൂദാശകൾ മാറുകയാണ്. ഇപ്പോൾ കൂദാശകളിലെ വചനവായന വാസ്തവത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ വചനത്തെ വായിക്കുകയും വചനം നമ്മളെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. കറക്റ്റ്, വളരെ നന്നായിട്ട് അത് പറഞ്ഞു. വചനം നമ്മളെ വായിക്കുന്നു, നമ്മളെന്താണെന്ന് നമ്മൾ കാണാത്ത രീതിയിൽ നമുക്ക് പ്രകാശത്തോടുകൂടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കൊറോണയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് 1.5 കൊല്ലമായിട്ട് അല്ലേ, ലോകം മുഴുവൻ എത്രയോ മനുഷ്യരാണ് മരിച്ചു പോകുന്നത്. അതുപോലെ എത്രയോ വൈദികരാണ് മരിച്ചു പോകുന്നത്. ഞാൻ തന്നെ ആ സിൻസനച്ചൻ്റെ ചരമപ്രസംഗം നടത്തിയപ്പോൾ അന്ന് ഞാൻ വളരെയധികം തലേ ദിവസങ്ങളിൽ ചിന്തിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞേ. പ്രത്യാശ നഷ്ടപ്പെടുന്ന പോലെയാണ്. എന്താണ് ഇത്രയും ചെറിയ അച്ഛന്മാരെ, ഇവിടെ എറണാകുളത്ത് ഒരു ചെറുപ്പക്കാരൻ, അത്ര ചെറുപ്പക്കാരനല്ല, ഒരു 40 വയസ്സുണ്ടാവും, ജീസസ് യൂത്തിൻ്റെ ഒക്കെ വലിയ നാഷണൽ കോർഡിനേറ്ററൊക്കെ ആയിരുന്നു, സ്പിരിച്വൽ ആനിമേറ്ററൊക്കെ ആയിരുന്നു, ചെറിയാൻ നേരെ വീട്ടിൽ. അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചതാണ്. പക്ഷേ ആ അവസരത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് ജനം എന്തുമാത്രം ഒരു പുരോഹിതനെ സ്നേഹിക്കുന്നുവെന്ന്. അദ്ദേഹം കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയിലും അങ്ങനെയുള്ള പല പത്രങ്ങളിലും ഞായറാഴ്ച വന്ന സൺഡേ സപ്ലിമെൻറ്റിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ച ഒരു അച്ഛൻ എന്ന രീതിയിൽ മനോഹരമായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ശാന്തനായൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഇത്രയും നല്ലൊരു അച്ഛനെ എന്തിനാണ് ദൈവം വിളിച്ചത്? 40-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ആ മനുഷ്യനെ ഇനിയും എത്രയോ പേർക്ക് അദ്ദേഹം കിഡ്നി കൊടുത്ത ആളാണ്, ഒരു ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ്. അപ്പോൾ തുടർന്ന് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യം നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ ദൈവം വിളിക്കുന്നു? കുറേ അച്ഛന്മാർ മരിച്ചുപോയി ഈ അവസരത്തിൽ. ഇന്ത്യയിൽ തന്നെ ഏകദേശം 300 ചെല്ലുവാനും വെച്ച് സിസ്റ്റേഴ്സും അച്ഛന്മാരും മരിച്ചു പോയിട്ടുണ്ട്, ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ നിന്നിരുന്നവർ. പിന്നെ ചെറിയ മനുഷ്യർ മരിച്ചു പോകണം. ഇനി അച്ഛന്മാരും കന്യാസ്ത്രീകളും പോട്ടെ, എത്രയോ നിർധനരായ മനുഷ്യരാണ് മരിച്ചു പോയത്. ചില കുടുംബങ്ങൾക്ക് ആകെ അത്താണിയായിട്ടുണ്ടായിരുന്ന ഒരു ആൺതരി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ആ കുടുംബനാഥനാണ്, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെടുവാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ദൈവം ഇവിടെ ഇല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ധാരാളം നമ്മുടെ മീഡിയയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, നമ്മളൊരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മളൊരു കൂദാശയിൽ ചേരുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, വാസ്തവത്തിൽ ഇതിന് എവിടെയാണ് ഉത്തരം? അപ്പോൾ നമ്മൾ എത്തുവാണ്, ഞാനന്ന് പറഞ്ഞതുപോലെ കർത്താവ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ചോദ്യം കുരിശിൽ കിടന്ന് ചോദിച്ചതാ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അപ്പോൾ ഒരു ഉത്തരവ് അവിടുന്ന് വന്നില്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ്, ഞാനിത് എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോൾ മനുഷ്യൻ വ്യഥപ്പെട്ടു പോകുന്നു, നിലം പറ്റിപ്പോകുന്നു. അങ്ങനെയുള്ള സമയം വരുമ്പോൾ ഈ കൂദാശകളിലൂടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ മരണവും ഉയർപ്പും നമ്മൾ ജീവിക്കുമ്പോൾ, ആ കർത്താവിൻ്റെ മരണം കഴിഞ്ഞിട്ട് ദുഃഖിതരായിട്ട് കടന്നുപോയ മനുഷ്യരെ പോലെയല്ല, ഉത്തിതനായ കർത്താവിനെ കണ്ട് കൂടുതൽ ശക്തി പ്രാപിച്ച് ജീവിതത്തെ നേരിടാൻ പോയ ശിഷ്യന്മാരുടെ മനോഭാവത്തിലേക്ക് ഒരാൾ മാറ്റപ്പെടുവാണ്. അപ്പോൾ ഒരു പച്ച തുരുത്താണ് കൂദാശകൾ. ഒരു ഒഴുക്കിൽപ്പെട്ട് നീന്തി അവശനായി പോകുന്ന മനുഷ്യൻ, ജീവിതസാഗരത്തിലെ അങ്ങനെ ഒരു പിടുത്തം കിട്ടാതെ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി പോലും കേഴുന്ന ഒരു മനുഷ്യൻ എത്തിപ്പെടുന്ന, ഒരു തുരുത്തിലെത്തിപ്പെടുന്ന അനുഭവമാണ്
ഒരു കൂദാശയുടെ സ്വീകരണത്തിലും പങ്കാളിത്തത്തിലും ചെല്ലുമ്പോൾ ഒരു മനുഷ്യനെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ തരുന്ന, സങ്കടങ്ങളെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന, അതുപോലെ സന്തോഷങ്ങളെ അത് ദൈവികമാക്കി ദൈവത്തിനോടും മനുഷ്യനോടൊപ്പം പങ്കുവെച്ച് അത് അനുഭവിക്കുക, ഇരട്ടിപ്പിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കൂദാശകൾ നമ്മളെ സഹായിക്കുന്നു. കാരണം കൂദാശകൾ എന്തുമാത്രം നന്ദിയുടെ പ്രകടനമാണുള്ളത്, ആരാധനയുടെ പ്രകടനമാണുള്ളത്. സങ്കീർത്തനങ്ങളിലൂടെ സങ്കീർത്തകനോടൊപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയല്ലേ, ലോകത്തെ ഒപ്പം. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുന്ന, സവിശേഷമായ രീതിയിൽ അനുഭവിക്കുന്ന ഒരു നീർച്ചാലുകളാണ് വാസ്തവത്തിൽ ഈ കുദാശകൾ, അല്ലേ? നമുക്ക് പ്രത്യാശ തരുന്ന, നമുക്ക് ഊർജം തരുന്ന, നമ്മളെ നിത്യജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒക്കെ ഉള്ളൊരു സവിശേഷമായ നീർച്ചാലുകളാണത്. അതോടൊപ്പം തന്നെ അച്ഛാ, ഈ നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയ്ക്കുമായി ബന്ധപ്പെട്ടാണ് ഈ കുദാശകൾ, അല്ലേ? വിവിധ കുദാശകളൊക്കെ അതൊന്ന് വിശദീകരിക്കാമോ? അത് ശരിയാണ്. ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അവൻ്റെ പ്രായം മാറുന്നതിനനുസരിച്ച് അവനാവശ്യമുള്ള പ്രസാദവരങ്ങൾ ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സഭ ഈ കൂദാശകളുടെ സ്വീകരണവും ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ജീവിതത്തിൻ്റെ, ഒരു ജീവൻ്റെ ശൈശവദശയിൽ, ജനനം, ശൈശവ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ആവശ്യമുള്ള 2 കൂദാശകളാണ് വാസ്തവത്തിൽ മാമോദീസായും സ്ഥൈര്യലേപനവും. ഒപ്പം നമ്മൾ കൂദാശകളുടെ കൂദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനയും ഇന്ന് കുട്ടികൾക്ക് ചെറിയ രീതിയിൽ അന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും 8 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുമ്പസാരം, കുർബാനയും കൂടി ഒരുമിച്ച് വരുവാണ്. അപ്പോൾ തിരിച്ചറിവ് വന്നതിന് ശേഷം ഒരു 8 വയസ്സ് കഴിയുമ്പോൾ തിരിച്ചറിവ് വരും എന്നുള്ളതാണ് നമ്മുടെ പണ്ടത്തെ ഒരു കണക്ക്. അപ്പോൾ ആ കാലഘട്ടം മുതൽ കുട്ടികൾക്ക് 8 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സ് മുതൽ അവർക്ക് വിശുദ്ധ കുർബാനയും കുമ്പസാരവുമായി. ആ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പോരായ്മകളെ ഏറ്റു പറയാനും കുറേ കൂടി ദൈവമായിട്ട് സാരൂപ്യപ്പെടാനും ഈ കുമ്പസാരം സഹായിക്കുന്നു. പോഷണത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാന ഒപ്പം സഹായിക്കുന്നു. അനുദിന ജീവിതത്തെ അത് ക്രമപ്പെടുത്തുന്നു. പിന്നീട് നമ്മൾ അഡൾട്ടൊക്കെ ആയി ഒരു ജീവിതത്തിൻ്റെ അന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്തുള്ള 2 കൂദാശകളാണ് വാസ്തവത്തിൽ വിവാഹം, അതുപോലെ തിരുപ്പട്ടം. അപ്പോൾ 6 കൂദാശകളായി. പിന്നെ രോഗം മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ സഹയാത്രികയായിട്ടുള്ള കൂട്ടുകാരിയാണ്. അപ്പോൾ ഈ രോഗത്തിൻ്റെ അവസരത്തിൽ ശക്തി ലഭിക്കാൻ, ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയിക്കാൻ, അതിനുവേണ്ടിയാണ് രോഗീലേപനം എന്ന് പറയുന്നത്. അത് പിന്നെ നമ്മൾ പണ്ട് ഇങ്ങനെ രോഗീലേപനം സ്വീകരിച്ച ആൾ ചത്തുപോകുള്ളൂ എന്നുള്ള മട്ടിൽ പണ്ട് അങ്ങനെ അവസാന കാലഘട്ടത്തിൽ സ്വീകരിക്കുന്ന ഒരു കാര്യം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒന്നിലധികം പ്രാവശ്യം പലരും ഒരു ജീവിതം ഒരു സമസ്യയിലെത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ, അത്രയും ഗുരുതരമായൊരവസ്ഥ ജീവന് വരുമ്പോൾ ആളുകൾ രോഗീലേപനം സ്വീകരിക്കുന്നതും പലരും വളരെ അത്ഭുതകരമായി സൗഖ്യപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൻ്റെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് യോജിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരത്തിൽ വാസ്തവത്തിൽ ഈ ആശ്രമാസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ചതുരാശ്രമങ്ങളാണ്, 4 ആശ്രമങ്ങളുണ്ട്. അതിൽ ബ്രഹ്മചര്യ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടമാണ്. ദ സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥിയുടെ കാലഘട്ടം ബ്രഹ്മചര്യ. അപ്പോൾ അത് അനിവാര്യമായിട്ട് എല്ലാവരും കടന്നു പോകുന്നതാണ്. അത് കഴിഞ്ഞ് ഗൃഹസ്ഥ എന്ന് പറയും. അതായത് നമ്മുടെ ഒരു ഹൗസ് ഹോൾഡറിൻ്റെ ലൈഫ്, അത് മാരീഡായി ഒരു കുടുംബമായി, മക്കളായി, എല്ലാവരെയും വളർത്തി, അത് രണ്ടാമത്തെ, അത് സ്വാഭാവികമായ ജീവിതത്തിൻ്റെ വളർച്ചയാണ് അതിലും കാണുന്നത് ആ ആശ്രമങ്ങളിൽ. 3ാമത് വാനപ്രസ്ഥമാണ്. ഹൈന്ദവ പുരാതനമായ ആ രീതി അനുസരിച്ച് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വനാന്തരങ്ങളിലൂടെ കുറേ കൂടി ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നടക്കുക എന്ന ഉദ്ദേശം. അല്ലാണ്ട് നാട്ടുകാർ മുഴുവൻ കാട്ടിൽ കൂടെ നടക്കുക എന്നുള്ളതല്ല. അത് കുറച്ച് പേര് നടക്കാറുള്ളൂ. പക്ഷേ ജീവിതത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് അല്പം മാറി ഒരു പിൻവാങ്ങലുണ്ട്. ആ പിൻവാങ്ങലും ഉണ്ട്. എന്നാൽ രഹസ്യാത്മകമായ ജീവിതത്തിൻ്റെ ചില തലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും സന്യാസം വരുന്നത്. ആ സന്യാസത്തിൽ വരുമ്പോൾ ടോട്ടലി ഡിറ്റാച്ച്മെൻ്റാണ്, വിരക്തിയാണ്. ഈ ലോകത്തിലെ എല്ലാ സുഖസൗഭാഗ്യങ്ങളോടും മനുഷ്യന് വിരക്തി വന്നു കഴിഞ്ഞു. ആശാപാശങ്ങളെല്ലാം തീർന്നു. അതുകൊണ്ട് നമ്മൾ പഴയ പുരാതന കുടുംബങ്ങളിലെ കാണാം, പ്രായം കുറേ എത്തി ഒരു 65 ആകുമ്പോൾ ആ അപ്പൂപ്പനും അമ്മൂമ്മയും വീടിൻ്റെ അവിടെ തന്നെ ഒരു തൊട്ടപ്പുറത്ത് ചെറിയൊരു വീട് പണിയും. പണ്ട് അങ്ങനെ ഉണ്ട് വീടുകളിൽ, നല്ല വീടുകളിലെല്ലാം.
മക്കൾ അവിടെ താമസിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ അങ്ങോട്ട് മാറുവാണ്. അവർ രണ്ടുപേരും കൂടി നേരത്തെ ബിജു പറഞ്ഞ പോലെ ഒരു പിൻവാങ്ങലുണ്ട്. എന്നാൽ അവർ ശരിക്കും ഒരു സന്യാസമാണത്. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വേദഗ്രന്ഥങ്ങൾ വായിച്ച് ചുറ്റുപാടുള്ള ആളുകളെ സ്നേഹിച്ച് ഇവരുടെ കൊച്ചുമക്കളെ നോക്കും, അങ്ങനെയുള്ള ചെറിയ കാര്യം. പക്ഷേ അതിലൊന്നും ഭരണത്തിലൊന്നുമില്ല. ഒരു ഈശ്വരനിലേക്കുള്ള അന്ത്യയാത്രയുടെ ഒരു ഭാഗമായിട്ട് ഇതുപോലെയുള്ളൊരവസ്ഥ എല്ലാ മനുഷ്യനും ഉണ്ട്. അതുപോലെ തന്നെ പറ്റുന്ന ഈ സ്റ്റേജസ് എല്ലാം വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ ക്രൈസ്തവ സഭയിലെ ഈ എല്ലാ കൂദാശകളും ഉണ്ട് വാസ്തവത്തിൽ. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ മാമോദീസ സ്വീകരിച്ചു, സൈരലാവനുസരിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടു. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ 4 ആശ്രമങ്ങളും 4 ജീവിതത്തിൻ്റെ ഘട്ടങ്ങളായിട്ടല്ല ക്രിസ്തീയ സഭയിൽ ജീവിക്കുന്നത്. ഈ മരണവും സന്യാസവും ഈ വാനപ്രസ്ഥവും ഒക്കെ ഇടകലർന്ന അവസ്ഥയാണ്. നമുക്ക് ഈ രഹസ്യങ്ങൾ അങ്ങനത്തെയാണ്. കാരണം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ അവിടെ മരണമുണ്ട്, ഉത്ഥാനമുണ്ട്. വാനപ്രസ്ഥം കഴിഞ്ഞിട്ടുള്ള സന്യാസമാണ് ശരിക്കും ഈ ഉത്ഥാനം എന്നൊക്കെ പറയണത്. ഉത്തിതനായൊരു മനുഷ്യൻ ഈ ശരീരത്തിൻ്റെയോ ഈ ലോകത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ ഒരു അരിഷ്ടതകളും തുറുങ്കിലടയ്ക്കാത്തൊരു മനുഷ്യൻ, വിമോചിതനായൊരു മനുഷ്യൻ. അതിൻ്റെ ഒരു അനുഭവം ഒരു കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് ആ രീതിയിൽ മിസ്റ്റിക്കലായിട്ട് അതിൽ കുംഭസാരത്തിലെ ഓരോ സ്നാനമാണ് ഓരോ പ്രാവശ്യവും. കാരണം ഞാൻ പാപിയാണ് എന്നോട് ദയവുണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിനീതനായിട്ട് നമ്മളൊരാളുടെ അടുത്ത് മുട്ടുകുത്തി, അല്ലാണ്ട് ഇതിപ്പോൾ അച്ഛനെ ബോധിപ്പിക്കുന്ന കാര്യം അങ്ങനെയൊന്നും അല്ല നമ്മളതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതാരും ചെയ്യുന്നു വളരെ മനോഹരമായിട്ട്. അപ്പോൾ അതിൽ ശരിക്കും അവിടെയുണ്ട് ഈ മരണം. എനിക്ക് തന്നെ ഞാൻ മരിക്കുകയാണ്. അപ്പോൾ കുംഭസാരത്തിലും വിശുദ്ധ കുർബാനയിലും ഇതുണ്ട്. ഇനി ഒരു വിവാഹിതൻ്റെ ജീവിതം തൊട്ട വാസ്തവത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചേട്ടനും നേരെ മൂത്ത ചേട്ടനും ജ്യേഷ്ഠത്തിയാരും ചുറ്റാട്ടുകാരെ താമസിക്കുന്നുണ്ട്. അവർ മക്കളായി, ഇതെല്ലാം കഴിഞ്ഞു. ഈ വിവാഹം കഴിഞ്ഞ് മക്കൾ ഉയർന്നു വരുന്നതോടൊക്കെ അവിടെ കാണുന്നത് എന്താ, ചേട്ടനും ജ്യേഷ്ഠത്തിയാരും മക്കളെ അനുസരിച്ച് ജീവിക്കുന്നതാണ്. മരണം തന്നെയാണ് അവിടെ. അവർ ഇതുവരെ കൈപ്പിടിച്ച് നടത്തിയ പിള്ളേരെ അവസാനം പറയാം, അപ്പച്ചൻ അവിടെ ഇരിക്കുകയെ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ മതി, അമ്മ പറയാം നിങ്ങൾക്കൊന്നും വിവരമില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ പിന്നെ ഓക്കെ ശരിയാണല്ലോ മക്കളും. അപ്പോൾ അതവർ കണ്ട് സന്തോഷിക്കുകയാണ്. ഞങ്ങളെക്കാൾ ഞങ്ങളുടെ മക്കൾ വളർന്നു, അവരെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. ഇതിലൊരു മരണം കൊണ്ട് ഉയർപ്പില്ലേ ബിജുവിന്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്കിത് ഞാൻ സെമിനാറിൽ ഇത് അനുഭവിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച ശിഷ്യന്മാരാണ് ഇപ്പോൾ അവിടെ നമ്മളെ നയിക്കുന്നവരൊക്കെ. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ പിൻവാങ്ങുന്നു. ഓരോ പഠിപ്പിച്ചവരൊക്കെ മത്രന്മാരാകുന്നു, നമ്മളവരനുസരിക്കുന്നു. അപ്പോൾ ഈ മരണം, ഈ വാനപ്രസ്ഥവും സന്യാസവും നമ്മൾ പല ജീവിതത്തിൻ്റെ ഘട്ടങ്ങളായിട്ടല്ല ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്രിസ്ത്യ മതത്തിൽ അത് ഏത് അവസരത്തിലും ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂദാശകളാണ്. ഈ കൂദാശകളിലുള്ള പങ്കാളിത്തത്തോടുകൂടെ ജീവിതത്തിൻ്റെ 4 അവസ്ഥകളിലൂടെയും നമ്മൾ നൈരന്തര്യമായിട്ട് യാത്ര ചെയ്യുകയാണ്. പക്ഷേ അച്ഛാ, ഇത് വളരെ ശരിയാണ് അച്ഛൻ പറയുന്നത്. ഇതൊരു മിസ്റ്റിക്കൽ ഒരു എക്സ്പീരിയൻസ് ആണ് വാസ്തവത്തിൽ. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ വിശ്വാസികൾക്ക് അത്രയും തങ്ങോട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇതൊരു ചടങ്ങായിട്ട് ഒരു ആഘോഷമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നതല്ലാതെ അച്ഛൻ ഈ പറയുന്ന തലത്തിലേക്ക് വളരെ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഓരോ കുദാശകളിലൂടെ കിട്ടിയാൽ അത് വളരെ മനോഹരമായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അച്ഛൻ പറഞ്ഞത് ഈ ഒരു സവിശേഷമായ നമ്മുടെ വളർച്ചയിൽ ഓരോ കുദാശകളും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ കുറേ രൂപതകളിൽ നമ്മൾ പിന്നെ ഇനീഷ്യൽ കുദാശകളെല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കുന്നു. തിരുസഭയിൽ വ്യത്യസ്തമായിട്ട് കൊടുക്കുന്നു, അങ്ങനെ പല രീതിയിൽ കൊടുക്കുന്നു. പക്ഷേ മാമോദീസ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവനെ സഭയിലേക്ക് എടുക്കുന്നു, അവൻ ക്രിസ്തുവിൽ പുനർജനിക്കുന്നു. വസ്തുത്തിൽ ഈ സ്ഥൈര്യലേപനം എന്ന് പറയുന്ന ഒരു കുദാശ വളരെ അർത്ഥവത്താണ്. വസ്തുത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, നമ്മുടെ വിശ്വാസികൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. മാമോദീസായിൽ അവൻ്റെ വിശ്വാസം തലതൊട്ടപ്പനും ഏറ്റുപറയുന്നത്. അത് കഴിഞ്ഞൊരു അല്പം കഴിയുമ്പോൾ അവനൊരു 10 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവനെ വിശ്വാസത്തിൽ വളർത്തി അവന് വിശ്വാസ പരിശീലനം കൊടുത്തുകൊണ്ട് അവനത് ഏറ്റുചൊല്ലുന്ന, അവനെ സ്ഥൈര്യപ്പെടുത്തുന്ന ഒരു സംഗതി വളരെ അർത്ഥവത്തല്ലേ വാസ്തവത്തിൽ. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് അത് ഒരു പാരമ്പര്യത്തിൻ്റെ പേരിൽ നമ്മളത് ഈ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നതിനേക്കാൾ കുറേ കൂടി അർത്ഥവത്തല്ലേ ഒരു 10 വയസ്സാകുമ്പോൾ അവൻ തന്നെ ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവനെ സ്ഥൈര്യപ്പെടുത്തുന്നത്? ഇത് സാംസ്കാരികമായ ഒരു പാരമ്പര്യത്തിൻ്റെ കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ ബിജു പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ ഫ്രാൻസിലെ 5-8 കൊല്ലം പഠനവും
അജപാലനപരമായ കാര്യങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ സ്ഥൈര്യലേപനം കൊടുക്കുന്ന ആ ദിവസങ്ങൾ ഓർക്കുവാണ്. ഈസ്റ്ററിൻ്റെ ആ കാലഘട്ടത്തിലാണല്ലോ അതവർ ചെയ്യുക. അപ്പോൾ ബിഷപ്പ് തന്നെ വന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മനസ്സിലാക്കുന്ന പാരീസ് മാത്രമല്ല, ഫ്രാൻസ് മൊത്തം 1000-ഓളം പേര് അങ്ങനെ മാമോദിസ സ്വീകരിച്ച സ്ഥൈര്യലേപനവും സ്വീകരിച്ചായിട്ട് അഡൾട്ടായിട്ട്. ഇനിയിപ്പോൾ മുമ്പേ മാമോദിസ സ്വീകരിച്ച ആളുകൾ കുറച്ച് വൈകി സ്ഥൈര്യലേപനം സ്വീകരിച്ചാൽ പോരെ എന്നാണ് ബിജു ചോദിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഇടവകയിൽ കാണാറുണ്ട് ചെറുപ്പക്കാരായ പിള്ളേർ 16, 17, 18 വയസ്സാകുമ്പോഴാണ് അവർ അവിടെ യൂറോപ്യൻ കൾച്ചറിൽ ഈ സ്ഥൈര്യലേപനം ചെയ്യുന്നത്. അവർ അതിനുവേണ്ടി 1-2 കൊല്ലം ഒരുങ്ങും. അവരെ കാറ്റഗറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മതബോധനത്തിൻ്റെ കുറേ കൂടി ഉയർന്ന തലങ്ങൾ അവരുടെ ജീവിതത്തിനും പ്രായത്തിനും പറ്റിയ രീതിയിൽ പരിശീലിപ്പിക്കും. എന്നിട്ട് അത് അവർ പബ്ലിക്കായിട്ട് പ്രൊഫസ് ചെയ്യും. അതായത് ഞാൻ ഇനി ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ മൊത്തം അന്ന് ഞായറാഴ്ചയിൽ പിതാവിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുന്ന വലിയൊരു സോളം ഫംഗ്ഷനാണ്. അതിൻ്റേതായൊരു വാല്യൂ ഉണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ സീറോ മലബാർ സഭയിലെ അല്ലെങ്കിൽ ഓറിയൻ്റൽ ചർച്ചസിൽ പലതിലും ഈ മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വാസ്തവത്തിൽ കൗദാശികമായിട്ട് മാമോദീസായുടെ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. കാരണം ഒരാൾ സ്നാനപ്പെടുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ സ്നാനപ്പെടുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പാത്രം ഒരു പ്രവൃത്തിയായിട്ട് സ്ഥൈര്യലേപനം ഇങ്ങനെ മാറി നിൽക്കുമല്ല വാസ്തവത്തിൽ നടക്കണേ. അപ്പോൾ അതുപോലെ വിശുദ്ധ കുർബാനയും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ. അപ്പോൾ കാരണം മാമോദിസ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തൈലത്താൽ സ്ഥൈര്യപ്പെടുകയും ചെയ്ത ആൾ ഒപ്പം കർത്താവിൻ്റെ ശരീര രക്തങ്ങളിൽ കൂടി പങ്കാളികളാണ്. അവർ സിംബോളിക്കായിട്ട് ആ പ്രായത്തിൽ കുഞ്ഞല്ലേ, 8 ദിവസമായ ഒരു കുഞ്ഞിനെ. പക്ഷേ അതിന് കൗദാശികമായ അർത്ഥമുണ്ട്. ആ അർത്ഥത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ആ കുഞ്ഞിനെ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവാണ് സ്വീകരിക്കണേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഇല്ലെങ്കിലും കൗദാശികമായിട്ട് പ്രസാദപരത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ആ പരിശുദ്ധാത്മാവിനെ ആ കൊച്ചു സ്വീകരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആ കുട്ടിയിൽ വളർന്നു വരാൻ അത് ഇടയാക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ആ കുട്ടിക്ക് വളരുമ്പോഴാണ് അതൊരു പക്ഷേ ബോധ്യപ്പെടുക. അതിനുവേണ്ടി സീറോ മലബാർ സഭയിൽ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്ററിൻ്റെ ശനിയാഴ്ച എല്ലാ വർഷവും നമ്മൾ ഈ മാമോദിസായിലെടുത്ത വാഗ്ദാനങ്ങൾ നവീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ നമ്മൾ വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച ഒരാൾ ജീവിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് വിശ്വാസികൾ ഒരുമിച്ച് അന്ന് തിരികെത്തിച്ച് നമ്മൾ ആ ചടങ്ങ് സഹായം കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, എല്ലാ വർഷവും നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ ഇങ്ങനൊരു ദൈവശാസ്ത്രപരമായ സമീപനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ആ കാര്യം നമ്മൾ ചെറുപ്പത്തിലേ ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം വ്യത്യസ്തമായ റീത്തുകളിൽ, വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ, വ്യത്യസ്തമായ തിയോളജിയിൽ അങ്ങനെയൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പൊതുവേ ഒരു വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പാസ്റ്ററൽ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു അർത്ഥവത്താവുന്നത്, നമുക്ക് മാമോദിസയിൽ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ത്രിത്വിക ദൈവമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നീട് കുറച്ചുകൂടി അർത്ഥവത്താവുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പൊതുവേ ഞാൻ വിശ്വാസികളോട് ചോദിക്കുമ്പോൾ കണ്ടിട്ടുള്ളത് ആ സ്ഥൈര്യലേപനം അല്പം കൂടി ഒരു ബോധത്തോടു കൂടി അത് ചെയ്യുമ്പോൾ കൃത്യമായൊരു അർത്ഥം അതിനുണ്ടാകുമെന്ന് എനിക്കൊരു തോന്നലാണ്. അത് ഏതായാലും അതിനെ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഓരോന്നിനെ കുറിച്ചുണ്ടാകാം. അതേസമയം ബിജു പറഞ്ഞതിലെ ഒരു കാര്യം, എടുക്കാവുന്ന ഒരു കാര്യം പക്ഷേ നമ്മൾ ചിന്തിക്കാവുന്നത്, കൂദാശ ആയിട്ട് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ സ്വീകരിച്ചാലും അതേസമയം ഒരു സോളം ആയിട്ട് ഇതിന് വീണ്ടും പ്രൊഫസ് ചെയ്യുന്ന വേറൊരു മോമെൻറ്റ് വീണ്ടും സ്ഥൈര്യലേപനം സ്വീകരിക്കുകയല്ല. നമുക്ക് സ്ഥൈര്യലേപനം പല പ്രാവശ്യം സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ സ്വീകരിച്ച സ്ഥൈര്യലേപനത്തെക്കുറിച്ച് കൂടുതൽ ഒന്നുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ, പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കാൻ ഈ പരിപാടി നടത്തിയിട്ട് അവർ ഒരിക്കൽ കൂടി ഒരു എൻഗേജ്മെൻറ്റ്, അതായത് കൃത്യമായിട്ട് സഭയിലും സമൂഹത്തിനും വേണ്ടി ഒരു എൻഗേജ്മെൻറ്റ് നടത്തുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേറ്റീവ് ആയിട്ട് പോകരുത് തനി, പക്ഷേ അത് ആത്മീയമായ ഒരു പ്രവൃത്തിയായിട്ട് ചെയ്യുന്നതിൽ തടസ്സമില്ല. എന്നുവെച്ചാൽ രണ്ടാമത് തെറ്റിദ്ധരിക്കരുത്, ഞാൻ രണ്ടാമത് സ്ഥൈര്യലേപനം സ്വീകരിക്കാമെന്നല്ല പറഞ്ഞത്. സ്വീകരിച്ച സ്ഥൈര്യലേപനത്തെക്കുറിച്ച് ഒന്നുകൂടി പൂർണ്ണമായി ബോധ്യപ്പെടുക, അതാണല്ലോ ബിജു പറഞ്ഞതിൻ്റെ സത്ത. ഏതായിരുന്നാലും അച്ഛാ, ഈ ഒരു ചോദ്യമുള്ളത്, എല്ലാ കുദാശകൾക്കും ജീവിതത്തിൽ ഒരേ പ്രാധാന്യമാണോ ഉള്ളത്? എല്ലാ കുദാശകളും ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യത്തിലെ പങ്കുപറ്റലാണ്. ആ അർത്ഥത്തിൽ എല്ലാ കൂദാശകൾക്കും പ്രസാദവരം നൽകുന്നതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ ജീവിതഗന്ധിയായിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ
അതുപോലെ ഓരോ കൂദാശകളിലും നമ്മൾ ആഘോഷിക്കുന്ന രഹസ്യത്തിൻ്റെ, ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ചില ഊന്നലുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയും വിശുദ്ധ കുർബാനയാണ് കൂദാശകളുടെ കൂദാശ എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അതിൽ യേശുവിൻ്റെ പെസഹ രഹസ്യം, മരണവും ഉത്ഥാനവും, അതുപോലെ ത്രിത്വൈക ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനവും പൂർണ്ണമായിട്ട് നമ്മൾ ആഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിനെ കൂദാശകളുടെ കൂദാശ എന്നു. അതുപോലെ തന്നെ ഈ 3 കൂദാശകൾ, നേരത്തെ ബിജു പറഞ്ഞ ബാമോദിസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, ഈ 3 കൂദാശകളും പ്രവേശന കൂദാശകൾ എന്ന് പറയും. അപ്പോൾ അതും കൂടിയ കൊണ്ടാണ് വാസ്തവത്തിൽ ഈ സ്ഥൈര്യലേപനമൊക്കെ ഈ ഓറിയൻ്റൽ ലിറ്റർജിയിൽ അങ്ങനെ ചെയ്യുന്നത്. അതായത് മറ്റു കൂദാശകൾ കൂടുതൽ ആഴപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ജീവിതത്തിലെ അനുദിനം അങ്ങനെ വരണം. അപ്പോൾ അതിനെ പോഷണമായിട്ട് മാറുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, പുതിയ സ്നാനം മുങ്ങി മാമോദീസ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി, ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടിയായി, ഒപ്പം ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയിലേക്ക് എത്തുമ്പോൾ ഈ 3 കൂദാശകളും പ്രവേശന കൂദാശകളും കൂടി ആയതുകൊണ്ടാണ് നമ്മുടെ സീറോ മലബാർ സഭയിലെ അത് 3 ഒരുമിച്ച്, അല്ലെങ്കിൽ ഓറിയൻ്റൽ സഭകളൊക്കെ അങ്ങനെ ഒരുവിധം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കൂദാശകളും പ്രവേശന കൂദാശകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എല്ലാ കൂദാശകളും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിൽ നമ്മളെ പങ്കുപറ്റുകയും ആ വചന മനനങ്ങളിലൂടെ നമ്മളെ ജീവിതത്തെ നേരിടാൻ, അഭിമുഖീകരിക്കാൻ ശക്തി തരികയും പിന്നെ ത്രിത്വൈക ദൈവവുമായിട്ട് സാരൂപ്യപ്പെടാനുള്ള വഴികളായിട്ട് മാറുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ കൂദാശകളും നമ്മളിപ്പോൾ മാനുഷികമായിട്ട് കാണുന്നത് പോലെ ഏതിലാണ് ഇത്ര ഡിഗ്രി ഗ്രേസ്, അല്ലെങ്കിൽ ഇത്ര അളവ്, ഇത്ര മില്ലി ലിറ്റർ, അങ്ങനെയൊന്നുമല്ലല്ലോ. കൂദാശകൾ എന്ന് പറഞ്ഞാൽ ഈ യേശുവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ ആഘോഷിക്കപ്പെടുന്ന രഹസ്യത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് നമ്മൾ വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശ എന്ന് നമ്മൾ പറയുന്നു. വളരെ നന്ദി അച്ഛ. ഏതായാലും കൂദാശകളെക്കുറിച്ച് ഈ ഒരു വിശദീകരണം ഈ എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകിയതിന് വളരെ നന്ദി. ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് കൂദാശകൾ എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ക്രിസ്തുവായി തീരുവാനുമുള്ള ഒരു സവിശേഷമായ 7 നീർച്ചാലുകളായിട്ട് കൂദാശകളെ നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.